ഇത് പാലക്കാട് ഉള്ള ഒരു മുനിസിപ്പൽ സ്റ്റേഡിയമാണ്. സർക്കാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറയുന്ന ഇവിടുത്തെ കേരളം ഭരിച്ച സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ സ്റ്റേഡിയം. കോടിക്കണക്കിന് രൂപ ചെലവാക്കി പണിഞ്ഞിട്ട് അത് പൂർത്തീകരിച്ചിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതേപോലെയാണ് നമ്മുടെ പാലക്കാടുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണ്. 20 വർഷത്തിന് പുറത്തായി. കോൺഗ്രസ് ഗവൺമെൻറ് കല്ലിടുക, അടുത്ത ഗവൺമെൻറ് പണിയുക, പിന്നെയും കല്ലിടുക. ഇതേ കണക്ക് ഉപയോഗശൂന്യമായി കെടുകാര്യസ്ഥതയുടെ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 5 ലക്ഷം കോടിയിൽ പരം രൂപ കടവാണ്. ഇതേ കണക്ക് ആവശ്യമില്ലാതെ പണിഞ്ഞ് കൂട്ടിയിട്ടിരിക്കുക. ഒരു ജനങ്ങൾക്കും അതിനകത്ത് ഉപയോഗമില്ല. നമസ്കാരം, ചേട്ടൻ്റെ പേരെന്താ? കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി എവിടെ? പാലക്കാടുകാരനാണോ? അവിടെ തന്നെ മേഴ്സി കോളേജ്. എന്താ ജോലി? ഞാൻ മെക്കാനിക്കൽ. എന്ത് മെക്കാനിക്കാ? മോട്ടോർ മെക്കാനിക്കൽ. മോട്ടോർ മെക്കാനിക്ക്. ഇവിടെ എന്തോ ഈ മോട്ടോർ മെക്കാനിക്ക് ഇവിടെ എന്തോ ഈ നമ്മൾ ഈ സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം പണി പൂർത്തീകരിക്കാതെ അടച്ചിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 10-20 കൊല്ലമായി. സർക്കാരിൻ്റെ സ്ഥലമാണ്. ഈ പണി പൂർത്തീകരിക്കാത്ത ഈ ഗേറ്റ് ഉണ്ടാക്കി ഇതിനകത്ത് ആരാ നിയമിച്ചിരിക്കുന്നത്? അങ്ങ് എൻ്റെ മുതലാളി. മുതലാളി എന്ന് പറഞ്ഞ ആളാരാ? സജീവ് സാർ. ആ സജീവ് സാർ എന്തെങ്കിലും ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആരെങ്കിലും ആണോ? അതറിയില്ല. അദ്ദേഹം ഒരു വ്യവസായിയോ? നിങ്ങളുടെ ബിസിനസ് എത്ര പേരുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി? 10-20 ആളുണ്ടാവുന്നു. 20 ആൾ ഇവിടെ ആണോ ജോലി ചെയ്യുന്നത്? ഇല്ല. താങ്കൾ മാത്രമേ ഉള്ളൂ? ഓ. ഇവിടെ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇല്ല. എന്ത് മോട്ടറിൻ്റെ വർക്കാണ് ചെയ്യുന്നത്? ഞാൻ ഇങ്ങനത്തെ ഇത് കണ്ടതാ, അതിൻ്റെ മോട്ടർ ഇങ്ങനത്തെ മെക്കാനിക്. ഏതാ ഈ വണ്ടിയുടെ? വണ്ടിൻ്റെ പിന്നെ മോട്ടർ വെച്ച് വെള്ളം ഒടിക്കുന്ന ഇഞ്ചം വെച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഓ അങ്ങനത്തെ. അത് എന്നും ഇവിടെ തന്നെ ഇവിടെ കിടക്കുന്നതൊക്കെ ഇവിടെ ആണോ? ഇല്ല. ഞാൻ വൈകുന്നേരം 5 മണിക്ക് വീട്ടിൽ പോകും. 5 മണി. അപ്പോൾ പൂട്ടുന്നത് ആരാ? വൈകുന്നേരം ഹിന്ദിക്കാർ വരും. ഹിന്ദിക്കാർ ഇവിടെ കിടപ്പുണ്ടോ? 2 ആളുണ്ട്. 2 ആളുണ്ട്. 2 ആളാണ് ഈ പൂട്ടുന്നത്? 2 ആളുടെ പൂട്ടണം. അത് ശരി. സജീവ് എന്ന് പറഞ്ഞ ആൾക്ക് സജീവ് എന്താണെന്ന് അറിയത്തില്ല. നിങ്ങളെവിടെ കൊണ്ട് നിയമിച്ചിരിക്കുന്നു? നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാന്ന് പറയുന്നത്. ഇതാണ്ട് എപ്പോഴാണ്ട് ഒരു വ്യക്തി, സ്വകാര്യ വ്യക്തി, ഇദ്ദേഹത്തിന് ഇവിടെ നിയമിച്ചിരിക്കുന്നതാണ് പറയുന്നത്. അദ്ദേഹം തന്നെ ഇവിടെ ഗേറ്റ് വിട്ട് പൂട്ട് വയ്ക്കുക. ആദ്യം ഇത് തുറന്നിട്ട് ഇവിടെ ഇപ്പം വേറെ ആരാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ? ഇവിടെ സർക്കാരില്ല. ഇത് എന്ത് കെയർ ഓഫിലാണ്? ഇദ്ദേഹത്തെ പോലുള്ള ഒരു 3 പേര്, 2 ബംഗാളികൾ ആരാണ്ടെന്ന് രാത്രി പൂട്ടും. എന്തടിസ്ഥാനത്തിലാണ്? ഇതല്ലെങ്കിൽ സർക്കാരിൻ്റെ കയ്യിലിരിക്കേണ്ട സാധനത്തിന് സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിട്ട് അവിടെ മറ്റുള്ളവരെ കൊണ്ട് പാവപ്പെട്ട ഈ തൊഴിലാളിയെ തൊഴിലെടുപ്പിക്കുക. ഇത് നോക്കുക. അതാണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വെച്ച ജാക്കികളാണ് ഇതൊക്കെ എന്തൊരു നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഏകദേശം ഒരു 20 വർഷമായി ഈ ഇൻഡോർ സ്റ്റേഡിയം പറയുന്നത് ഒരു തരത്തിലുള്ള പുരോഗമനവും ഇല്ലാണ്ട് ഇങ്ങനെ കാട് പിടിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിട്ട് ഇത് മാറിയിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ചുറ്റുവശം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ ഉള്ള യുവതലമുറകൾ പല കായിക രംഗത്തും അവരുടെ കഴിവ് തെളിയിച്ചിരിക്കുന്ന സമയത്ത് പല സാമൂഹ്യ വിരുദ്ധരും ഇത് വന്നിട്ട് അവരുടെ ഒരു കേന്ദ്രമായി മാറ്റിക്കൊണ്ട് പല അസമയങ്ങളിലും അവർ മദ്യപാനവും അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് പോലെയുള്ള ഉപയോഗങ്ങളും ഉപയോഗിച്ചിട്ട് പാലക്കാടിലെ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പാലക്കാട്ടിൽ തന്നെ ഒരുപാട് കായിക പ്രതിഭകൾ നാഷണൽ ലെവലിലും ഒളിമ്പ്യൻ ലെവലിലും അവരുടെ കഴിവുകൾ തെളിയിച്ചിരിക്കുമ്പോൾ അവർക്ക് ബേസിക് ഫെസിലിറ്റീസ് പോലും ഇവിടുത്തെ ഇപ്പം മാറി ഭരിച്ചു വരുന്ന 2 സർക്കാരുകളും യാതൊരുവിധ ഒരു സപ്പോർട്ടും അവർക്ക് ഇന്ന് ഈ നേരം വരെ ഇത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ പാലക്കാട്ടിൽ ഒരു MLA പേരിന് മാത്രം ഒരു MLA ചമഞ്ഞിട്ട് മൊത്തത്തിൽ ഈ പറയുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന് യാതൊരുവിധ പുരോഗതി ഇല്ലാണ്ട് പൊതുജനങ്ങളെയും അതേപോലെ ഞങ്ങളെപ്പോലുള്ള യുവാക്കൾക്കും യാതൊരുവിധ ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് ഇത് നശിച്ച് കിടക്കുകയാണ്. ഏകദേശം ഇതിപ്പോൾ നമുക്ക് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു 10-15 ഏക്കറിൻ്റെ അടുത്ത് അപ്രോക്സിമേറ്റ്ലി ഉണ്ടാവും. ഇത് നമ്മൾ നല്ല രീതിയിൽ ഇതൊരു വിനിയോഗിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള യുവാക്കൾക്ക് വന്നിട്ട് പലതരത്തിലുള്ള കായിക, ഇപ്പോൾ നമുക്ക് ഇൻഡോർ ഗെയിംസ് പോലെ നമുക്ക് ബാഡ്മിൻ്റൺ അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ജിംനാഷ്യം, എന്ത് തരത്തിൽ വേണമെങ്കിൽ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടവർ ആ വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങളാണ് അധികാരികൾ. ആ അധികാരികൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ അധികാരികൾ തീർച്ചയായിട്ടും ചിന്തിച്ചും ആലോചിച്ചും വേണം അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ, ആ വോട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഇതേപോലെ പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം പറഞ്ഞ് കോടികൾ ചെലവാക്കിയിട്ട് ഒരാൾക്ക് ഉപയോഗമില്ലാതെ നശിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനിടയ്ക്ക് ദുര്യോഗം ചെയ്യുക. ആരാണ് ഈ സ്വകാര്യ വ്യക്തി? ഈ സ്വകാര്യ വ്യക്തിയെ ഒരു 2-3 പേരെ സ്വന്തമായിട്ട് നിയമിച്ചിരിക്കുക.
അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ളവിടെ രാത്രിയായ മയക്കുമരുന്നായാലും മദ്യം കഴിക്കാനായാലും വ്യഭിചരിക്കാനും എല്ലാം ഒരു ഗൂഢസങ്കേതമായിട്ട് കാണിയാണിത്. ഇതേ കണക്ക് ഈ നാടിൻ്റെ നമ്മുടെ നികുതിപ്പണങ്ങൾ, ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ദുരുപയോഗം ചെയ്യുക. ഒരു പണി ഇത്ര 90-80% പൂർത്തിയാക്കിയിട്ട് ബാക്കി പൂർത്തിയാക്കാതെ നശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പാലക്കാട് നിന്ന് കാണാൻ പറ്റുന്നത്. ഇത്തരം കെടുകാര്യസ്ഥത, ജനങ്ങളെ നികുതിപ്പണം ദുരുപയോഗം ചെയ്യുക, അതിൽ ആരെങ്കിലും കടത്തി അത് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുക. എന്തായാലും ഇത്തരത്തിൽ കേരളമൊട്ടുക്ക് പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും പോകാൻ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. എന്തായാലും പാലക്കാടുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് അത് നിരുത്തരവാദപരമായിട്ടുള്ള കാര്യം, സ്വകാര്യ വ്യക്തികൾ അത് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാഴ്ചയും കൂടാണ് കാണുന്നത്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.